അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തു. അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. കോടതിൻ്റെ നിരീക്ഷണം കൂടി ഇതിലും ഉണ്ട്. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് ആക്ഷൻ നമ്മുടെ അവിടുത്തുള്ള നിയമങ്ങളിനെ പ്രോപ്പറായിട്ട് പാലിക്കേണ്ടത് എല്ലാവർക്കും ചുമതലയാണ്. നമ്മുടെ അതുപോലെ തന്നെ അത് കർശനമായിട്ട് പാലിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. മറ്റൊന്ന് സാർ, ഈ സൈബർ തട്ടിപ്പാണ്. സൈബർ തട്ടിപ്പ് ഇങ്ങനെ കൂടി വരികയാണ്, കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡുണ്ട്. അപ്പം ഇതിനൊക്കെ വിക്റ്റിമാവുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുമാണ്. എങ്ങനെയാണ് നമ്മളതിനെ പ്രതിരോധിക്കുക? തീർച്ചയായിട്ടും ഇന്നു സമൂഹത്തിന് ഡ്രഗ്സോടൊപ്പം തന്നെ എല്ലാവരും ബാധിച്ചത് അല്ലെങ്കിൽ വിക്റ്റിമായത് ഒരു സൈബർ ക്രൈമായിട്ട്. സൈബറിൽ നമുക്കറിയാം 3 പേരുണ്ട്. ഒരെണ്ണം വിക്ടിം, സൈബർ ക്രിമിനലും, പിന്നെ ബാങ്കും. ഈ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മേജറായിട്ടുള്ള കേസുകളിൽ അന്വേഷണം നന്നായിട്ട് പോകും, 100% അതിലേക്ക് നിന്ന്. പിന്നെ ചെറിയ ചെറിയ കേസുകളിൽ നമ്മളതിന് ഓരോ ജില്ലാ തരമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ അനാലിസിസ് നടത്തിയിട്ട് I4C, കേരള പോലീസിൻ്റെ സൈബർ വിഭാഗം, പിന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനും ലോക്കൽ സൈബർ സ്റ്റേഷനും, ഈ 3 രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഒരെണ്ണം അവയർനെസ് കൂട്ടാൻ വേണ്ടിയും, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ നന്നായിട്ട് ചെയ്യുക, അവരിനെ കൂടെ കർശനമായിട്ട് നടപടി സ്വീകരിക്കുന്നത്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി സ്ട്രോങ് ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ്. ഈ പോക്സോ കേസാണ്. പൊതുവേ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണമൊക്കെ കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ശിക്ഷാ നിരക്ക് താരതമ്യേന കുറയുന്നു എന്ന ഒരു പരാതിയുണ്ട്. അപ്പം ഈ പോക്സോ കേസിൻ്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ? ഇല്ല, പോക്സോ കേസുകൾ വളരെ ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ട് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന കേസുകളാണ്. എല്ലാ മേലുദ്യോഗസ്ഥന്മാരും അതിലെ വളരെ അതിൻ്റെ മേൽനോട്ടം കൊടുത്തിട്ടാണ് ഇതിൽ അന്വേഷണം നടക്കുന്നതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച പ്രകാരം എന്തെങ്കിലും ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ലേമികളുണ്ടെങ്കിലും അത് പരിഹാരിക്കാനുള്ളത് നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് വിക്ടിംസിന് സപ്പോർട്ട് കൊടുക്കുക, പിന്നെ തെളിവ് കൊടുക്കാനുള്ള അവർക്ക് സാഹചര്യം കൊടുക്കുക, അവർക്ക് അവരുടെ ഒരു ഈ സപ്പോർട്ടിനൊപ്പം തന്നെ എൻകറേജ് ചെയ്യുക. അത് ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും. മറ്റൊന്ന് ഈ ക്രിമിനൽസാണ്. ക്രിമിനൽസുകളുടെ പാർട്ടികളിൽ ചില ഘട്ടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായതൊക്കെ നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് കൊച്ചി ബേസായിട്ടുള്ള ഗുണ്ട ടീമിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഗസ്റ്റായി പങ്കെടുക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽസിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ പോലീസുകാർ സഹായിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അങ്ങനെ അതൊരു തിരുത്തൽ, സേനക്കകത്ത് ഒരു തിരുത്തൽ വേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേഷൻ ഷുഡ് ബി ഗുഡ് അസോസിയേഷൻ. സത്സംഗം പറയുന്നില്ല. അതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അങ്ങനെ ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് ഉപദേശിക്കാം. ആവശ്യത്തിൽ വേണമെങ്കിൽ ഡിസിപ്ലിൻ ആക്ഷൻസ് കൂടെ ഉണ്ടാവും. അങ്ങനെ പാടില്ല എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഭാഗത്തുനിന്നുണ്ട് ഈ അവർക്ക് അവയർനെസ് കൊടുക്കുക, അവരെ സെൻസിറ്റൈസ് ചെയ്യുക. അതുകൊണ്ട് അവരുടെ അതുപോലത്തെ ആരെങ്കിലും ചെയ്താണെങ്കിൽ അവർക്ക് ഇതിലായിട്ട് നടപടി സ്വീകരിക്കാം. മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന ഒന്ന്, ശബരിമലയിലോട്ട് ADGP MR അജിത് കുമാർ ഒരു ട്രാക്ടറിൽ യാത്ര നടത്തിയതാണ്. അത് ചർച്ചയാണത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഇങ്ങനെ നിയമം ലംഘിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് പോലീസിൻ്റെ ഒരു പൊതുസമൂഹത്തിനിടയിലുള്ള ഒരു മോശമായ രീതിയിലേക്ക് വിലയിരുത്തപ്പെട്ടില്ലേ? അത് ഒരു വീഴ്ചയല്ലേ സത്യത്തിൽ? അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തു. അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. കോടതിൻ്റെ നിരീക്ഷണം കൂടി ഇതിലും ഉണ്ട്. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് ആക്ഷൻ പോകുന്നില്ലേ? ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ നിയമങ്ങളിനെ പ്രോപ്പറായിട്ട് പാലിക്കേണ്ടത് എല്ലാവർക്കും ചുമതലയാണ്. നമ്മുടെ അതുപോലെ തന്നെ അത് കർശനമായിട്ട് പാലിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. മറ്റൊന്ന്, സാർ ചുമതല ഏറ്റെടുത്ത സമയം മുതൽ സാറിനെതിരെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ സാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നേരത്തെ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രചാരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ഞാൻ കണ്ടതാണ്. പക്ഷേ അതിന് എനിക്ക് എന്തെങ്കിലും കമൻറ്റൊന്നും ഇല്ല അതിലേക്ക്. അതങ്ങനെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവായുള്ള പ്രചാരണം വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ മനസ്സിന് വിഷമം തോന്നിയോ? അങ്ങനെ പ്രശ്നമില്ല. ഐ ഹാവ് നോ കമൻറ്റ്സ് ഓൺ ദിസ് ആക്ച്വലി.